മറിഞ്ഞൊക്കെ കുറെ കിടന്നു. അങ്ങനെ എഴുന്നേറ്റിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ആയിട്ട് പുറത്തൊന്നും പോവാത്ത ഒരു ദിവസമാണ്. അപ്പൊ കണ്ടു നോക്കൂ ഗൈസ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എല്ലാവരും ഫേസ് വാഷ് ചെയ്യും അല്ലേ? അതുപോലെ തന്നെ ഞാനും വാഷ് ചെയ്യുന്നത് ഇതാ ഈ ഒരു ഫേസ് വാഷ് വെച്ചിട്ടാണ്. ഗ്ലോ എസെൻഷ്യലിൻ്റെ ഫേസ് വാഷാണ്. ഇതാ കഴിയാനായിട്ടോ, ഞാൻ കുറേ നാളായി യൂസ് ചെയ്യുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് കണ്ടില്ലേ, ഫേസ് വാഷൊക്കെ ഇട്ട് മുഖമൊക്കെ തുടച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു ഗ്ലോ ഒക്കെ ഇല്ലേ, അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. ഇഡ്ലിയും ദോശയും വേകുമ്പോഴേക്ക് രണ്ടുപേരും വന്ന് വെയിറ്റിംഗ് ആണ്, പാത്രവും പിടിച്ച്. അങ്ങനെ ആയ ദോശയും ചട്നിയും കൂടിയിട്ട് എടുത്ത് രണ്ടുപേർക്കും കൊടുക്കുകയാണ്. ആദ്യം പപ്പിക്കും പിന്നെ ചിന്തിക്കും. ഗായ്സ്, അപ്പോൾ സൺഡേ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മടിയുള്ളൊരു ദിവസമാണ് അല്ലേ? ഇങ്ങനെ പയ്യെ എഴുന്നേറ്റ് പയ്യെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ദിവസം. പിന്നെ അപ്പോൾ പുറത്തൊക്കെ പോകാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഫാസ്റ്റാക്കും, അല്ലെങ്കിൽ ഇങ്ങനെ പയ്യെ ആങ്ങി തൂങ്ങിയൊക്കെ ആയിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇഡ്ഡലി ഉണ്ട്, ദോശയുണ്ട്. ഇവിടെ അവർക്ക് ദോശയാണ് കൂടുതൽ ഇഷ്ടം. ഇഡ്ഡലിയും കഴിക്കും. അപ്പം ഒരു സെറ്റ് ഇഡ്ഡലി വെച്ചു, പിന്നെ ദോശ. ഹസ്ബൻഡ് ഉണ്ടാകുന്നില്ല, നേരത്തെ പോയി, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും തന്നില്ല. അപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അടിപൊളി ദോശ, ഇഡ്ഡലി, ചട്നി. അങ്ങനെ ഞാൻ ഇഡ്ഡലി വെന്തപ്പോൾ കൊണ്ടു കൊടുത്തു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാരിക്കൊടുത്ത് ഹാപ്പി ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ പാത്രം രണ്ടുപേരും കിച്ചണിൽ കൊണ്ടുവച്ച് തരാണ്. അവർ യൂഷ്വലി അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ഇഷ്ടമാണ് ഹെൽപ്പ് ചെയ്യാനൊക്കെ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വ്ളോഗിൽ നമ്മൾ കാണിച്ച റോസ് ചെടിയില്ലേ, സ്കൂളിൽ കൊണ്ടുപോകാൻ വാങ്ങിച്ച ചെടിയിലൊപ്പം വാങ്ങിച്ച ആ ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും. അപ്പോൾ ഞങ്ങളിതാ താഴേക്ക് ഇറങ്ങി വന്നു. മോട്ടർ ഇടണം, പിന്നെ കുറച്ച് പേപ്പർ വേസ്റ്റൊക്കെ കത്തിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവർ കുറച്ച് നേരം ഇവിടെ നിന്ന് കളിക്കാണ് കേട്ടോ. ചീൻ്റെ കാര്യപ്പെട്ട എന്തൊക്കെ ഫോട്ടോ എടുക്കണം. എന്താ ചെയ്യുന്നേ? ഈ ഇരിക്കുന്ന ചെടിച്ചട്ടികളൊക്കെ താഴെയുള്ള നൈബേഴ്സിൻ്റെ ആണ്. അവർക്ക് കുറേ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. എന്താ ചെയ്യണേ? ആ, അത് കഴിഞ്ഞപ്പോൾ അവർ ഫ്ലവർ പൊട്ടിക്കണമെന്ന് പറഞ്ഞിട്ട് ഓടിയിട്ടോ. അങ്ങനെ ഈ ഒരു പൂ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. തൊട്ടപ്പുറത്തെ വീടിൻ്റെ മതിലിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതങ്ങനെ റോട്ടിലിട്ട് ചായ നിൽക്കുന്നതിൽ ചെറിയ പൂക്കൾ ചിലപ്പോൾ താഴേക്ക് വീണ് എടുക്കാറുണ്ട്. അപ്പം ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. മുല്ലപ്പൂ പോലത്തെ ഒരു പൂവാണ്. അവർക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ആ റോട്ടിലൊക്കെ വെള്ളം കെട്ടി കിടക്കുകയാണ്. അപ്പം നമ്മൾ അങ്ങോട്ടൊന്നും നടന്നില്ല, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് വാക്ക് ചെയ്യാനൊക്കെ പറ്റുമായിരുന്നു. അങ്ങനെ കഴിഞ്ഞ് ഇതേ പപ്പ കാലൊക്കെ വാഷ് ചെയ്തിട്ട് കയറാണ് കേട്ടോ. ഞങ്ങൾ തിരിച്ച് മേലെ എത്തി. അങ്ങനെ പപ്പയും ചിന്തയും കൂടിയിട്ട് അവിടെ ടോപ്പ് ഫ്ലോറിൽ പോയിട്ട് കളിക്കുകയാണ്. അപ്പോൾ അവർ ഈ ഭാഗത്തൊക്കെ ഈ വിൻഡോയുടെ അടുത്തൊക്കെ ഇരുന്ന് കളിക്കാറുണ്ട്. അപ്പം ചിന്ത വീഡിയോ എടുക്കുകയാണ് കേട്ടോ. ഒരു പഴയ ഫോണുണ്ട്. അപ്പോൾ ആ ഒരു ഫോണിലാണ് പപ്പ യൂഷ്വലി വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കുക, ചുമ്മാ ഒരു രസത്തിന് കേട്ടോ. അപ്പോൾ ചിന്തയ്ക്ക് അത് ഒന്ന് കിട്ടിയ സന്തോഷത്തിൽ ഫുൾ കവറേജ് ആയിട്ട് നടക്കുകയാണ് ചിന്ത കേട്ടോ. അങ്ങനെ ചിന്തയുടെ കൂടെ എപ്പോഴും ടോയ്സ് ഉണ്ടാവും, അങ്ങനെ അവിടെ കൊണ്ടുവയ്ക്കും. അങ്ങനെ അതൊക്കെ കളിച്ച് കഴിഞ്ഞ് തിരിച്ച് റൂമിൽ കയറി വന്നു. അത് കഴിഞ്ഞപ്പം ബാസ്കറ്റ് ബോൾ കളിക്കുകയാണ് രണ്ടുപേരും. ഇത് പപ്പയ്ക്ക് എൻ്റെ ഫ്രണ്ട് മേഘ വന്നപ്പം ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ചിന്തയ്ക്കും കളിക്കാമല്ലോ എന്നുള്ള രീതിയിൽ കൊടുത്തതാണ്. അപ്പോൾ പല ലെങ്ത്തിലിട്ടിട്ട് ഇത് കളിക്കാൻ പറ്റും. അപ്പോൾ ചിന്തയ്ക്ക് തീരെ എറിയാൻ പറ്റുന്നില്ല. അങ്ങനെ ചിന്തയുടെ അളവിൽ ഇട്ട് കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷമായി. അതിന് മുന്നേ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അങ്ങനെ രണ്ടുപേരും കുറേ നേരം കളിച്ചു, ക്ഷീണിച്ചു കേട്ടോ. കുറേ കളിച്ചു അവർ. അങ്ങനെ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പുറത്ത് ഇറങ്ങി കളിക്കാൻ സ്ഥലമില്ലെങ്കിലും അവരിങ്ങനെ ഓടി അകത്തൊക്കെ കുറേ നടന്ന് കളിക്കും. ഹോളിലാണെങ്കിലും ഇതുപോലെ വരാന്തയിലൊക്കെ ഓടിയിട്ട് കളിക്കും കേട്ടോ. ആ സ്റ്റെപ്പുമ്പോൾ കളിക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതുപോലെ ബാസ്കറ്റ് ബോളും പിന്നെ ചിന്തയുടെ ടോയ്സൊക്കെ വെച്ച് കളിക്കുക. അങ്ങനെ വെള്ളം കഴിഞ്ഞു, വെള്ളം ചോദിച്ചു വരുന്നതാണ്. അല്ലെങ്കിൽ ആ പാത്രത്തിൽ നിന്ന് അവരെന്നെ എടുത്ത് കുടിക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞപ്പം ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് വരാം കേട്ടോ. മഴക്കാലത്ത് നമ്മളും കുട്ടികളൊക്കെ തിളപ്പിച്ച വെള്ളം കുടിക്കാൻ നോക്കണം. ഞാനല്ലെങ്കിൽ ഇവർക്ക് തിളപ്പിച്ച വെള്ളമാണ് കൊടുക്കുക. പ്രത്യേകിച്ച് പനിക്കൂർക്ക് ഇട്ട് തിളപ്പിച്ചിട്ടാണ് കൊടുക്കാറ് കേട്ടോ. എവിടുന്നാ? എവിടുന്നാ ബി പി?
ആരാ പഠിപ്പിച്ചെന്ന്? ടീച്ചർ. അതെ, പിപിയും പിന്നെ അടിപൊളി അടിപൊളിയായിട്ട്. പിന്നെ ഞാൻ ക്ലീനിങ് പരിപാടിയിലോട്ട് കടന്നു. ആദ്യം അടിച്ചു കോരി, പിന്നെ അവിടെ അവരിങ്ങനെ ബുക്കാണെങ്കിലും ടോയ്സ് ആണെങ്കിലും ഒക്കെ പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബുക്കൊക്കെ അടക്കി ടേബിൾ മേലൊക്കെ വെച്ചു. അപ്പോൾ ഇന്ന് ഞാൻ മുഖത്തിടാൻ വേണ്ടിയിട്ട് തൈരും മഞ്ഞളും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടെ കടലമാവിൻ്റെ പൗഡറും കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. ഞാൻ പണ്ടൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ യൂസ് ചെയ്യാറുള്ളതാണ്. ഭയങ്കര എഫക്റ്റാണ് ടാനൊക്കെ പോവാൻ. ഇതിപ്പോൾ തൈരും മഞ്ഞൾപ്പൊടി മാത്രമേ ഉള്ളൂ, പക്ഷെ ടാൻ പോവാൻ ബെസ്റ്റാണ് കേട്ടോ. മുഖത്ത് എന്തിട്ടാലും നമ്മൾ അത് കഴുത്തിലിടാൻ ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ കയ്യിലും തേച്ചു. അപ്പൊ ഞാൻ കുളിച്ചു വന്നു. അപ്പൊ കുളിച്ചപ്പോഴാണ് കേട്ടോ തൈരും മഞ്ഞളൊക്കെ ഇട്ടത് വാഷ് ചെയ്തത്. അതുവരെ പിടിക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ അലക്കാനുണ്ടായിരുന്നു, അതുപോലെ തന്നെ ബാത്റൂം ക്ലീനിങ്ങും പിന്നെ അകൊക്കെ അടിച്ച് തുടച്ച്, അപ്പോൾ അങ്ങനെ കുറേ പണികളുള്ളതുകൊണ്ട് ഇത് കുറച്ച് നേരം ഇരുന്ന് പിടിഞ്ഞു. അപ്പോൾ കണ്ടില്ല, ഒരു ചെറിയ ഗ്ലേസിങ് പോലെയൊക്കെ ഉണ്ട്. നല്ലതാണ് കേട്ടോ, നല്ലൊരു ഫ്രഷ്നെസ് തോന്നും നമുക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ കടലമാവും കൂടി ഉണ്ടെങ്കിൽ ബെസ്റ്റാണ്, നല്ല റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്, എന്നാലും. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ചിന്ന പണിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ചോറ് തിന്നാൻ വിളിച്ചിട്ട് വരുന്നില്ല. പപ്പ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ ഗായ്സ്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാണ്. ചിന്ന ഓൾറെഡി ഉറങ്ങി. പപ്പ അതാ ഇങ്ങനെ വെറുതെ ഒക്കെ എടുക്കും, ഇവിടെ കളിക്കും. ഇപ്പം അതാ ഫോണും കൊണ്ടുവച്ചിട്ട് ഇരുന്ന് വെറുതെ വ്ളോഗ് ചെയ്യുന്ന പോലെ ഓരോന്ന് കാണിക്കുക, ഫോട്ടോ എടുക്കുക, അങ്ങനെയൊക്കെ ഉണ്ട്. ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുക, ഇതൊക്കെയാണ് പപ്പയുടെ പണി കേട്ടോ. പപ്പ അങ്ങനെ ഉച്ചയ്ക്ക് ഉറങ്ങുമൊന്നുമില്ല. ചിന്നിക്ക് കുറച്ച് നേരം ഉറങ്ങണം കേട്ടോ. അങ്ങനെ ചിലപ്പോൾ ചിന്ന കളിക്കാനിരിക്കും. പിന്നെ ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് കാണാം. ഇഡ്ഡലിയും ചമ്മന്തിയൊക്കെ കഴിക്കുകയാണ് 4 മണിക്ക്. 4 മണിയല്ല, ചുറ്റി കഴിക്കുന്നതാ. അപ്പൊ ഞങ്ങൾ തുണിയൊക്കെ തോരയിടാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. ഇന്നടുത്ത് തുണി തോരയിടാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ തുണി നിവർത്തിയിടുന്ന സ്ഥലം. ഇവിടുന്ന് ഞങ്ങളിങ്ങനെ കുറച്ച് നേരം കാഴ്ചകളൊക്കെ കാണും. പിന്നെ ഇവിടെ തുണിയൊക്കെ നിർത്തിയിട്ടിട്ട് താഴെ പോവും. കുറച്ച് നേരം ഇവിടെയൊക്കെ നിൽക്കും കേട്ടോ, നല്ല രസമാണ്. അവർക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചിന്തയാണെങ്കിലും പൊപ്പയാണെങ്കിലും വേഗം വേഗം തുണികൾ നിർത്തിയിടും. പ്രത്യേകിച്ച് അവരുടെ ഡ്രസ്സ് ഇടാൻ സെലക്ട് ചെയ്തിടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ യൂണിഫോമൊക്കെ കൊണ്ടിടാണ്, ക്ലിപ്പൊക്കെ എടുത്ത്. ഇതാണ് അവിടെ നിന്ന് നിൽക്കുമ്പോൾ ഉള്ള വ്യൂ. നല്ല ഭംഗിയാണ് കേട്ടോ, മഴയൊക്കെ പെയ്യുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ പോയി അങ്ങനെ നോക്കി നിൽക്കും. പിന്നെയും പണികൾ തുടങ്ങി. അവർ സ്വന്തം ഇഷ്ടത്തിൽ ചെയ്യണമാണ് കേട്ടോ, ഞാൻ ചെയ്യാൻ പറഞ്ഞിട്ടൊന്നുമല്ല. അവർ കുഞ്ഞിലേ കാണുന്നതല്ലേ, അവരെപ്പോഴും എൻ്റെ കൂടെ ഉണ്ടല്ലോ. ഇതെന്താ നിവർത്തിയിടണേ? അതെ അതെ, പപ്പയുടെ യൂണിഫോമും ഡ്രസ്സൊക്കെ പപ്പയും നിർത്തിയിടുന്നുണ്ട്. അങ്ങനെ അവർ നല്ല നീറ്റായിട്ട് ചെയ്യും കേട്ടോ, താഴെയൊന്നും ഇടാതെ നല്ല ഭംഗിയിൽ വിരിച്ചിട്ട് തരും. എൻ്റെ പണി എളുപ്പമാക്കി തരുന്നതാണ് എൻ്റെ മക്കൾ. പിന്നെ നമ്മൾ തുണി എടുക്കാൻ പോകുമ്പോഴാണെങ്കിലും അവരുടെ ഡ്രസ്സ് അവർ വേഗം പോയിട്ട് എടുക്കും കേട്ടോ. അപ്പോൾ രണ്ടുപേരും പഠിക്കാനിരുന്നിട്ടുണ്ട്. ഹോംവർക്കും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. ഇവർക്ക് വീക്ക്ലി ആണ് ബുക്ക് കൊടുത്തുവിടുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഹോംവർക്സ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ബുക്ക് കൊണ്ടുവന്നതൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്, അത് പഠിക്കാൻ വേണ്ടിയിട്ട്. പപ്പ ഹോംവർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? എന്താ ഹോംവർക്ക്? സ്വരാക്ഷരങ്ങൾ എഴുതും. പെൻസിൽ എവിടെ എവിടെ കളഞ്ഞു? ചിരിക്ക് എന്താ പഠിച്ചോ? Ali is an alligator. And she is an ant. Ali and Auntie are best friends. Ali has an apple on his nose. സന്തോഷത്തോടെ പറക്കാൻ തുടങ്ങി കേട്ടാ. തേൻ കുടിച്ചെടുക്കുന്ന മിന്നു സന്തോഷത്തോടെ പറക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവൾ ചെമ്മന്റെ വഴിയിൽ കുടുങ്ങി. അവൾ മിന്നുവിന്റെ നേരെ ഒറ്റ ചാട്ടം. പേടിച്ചു വിറച്ചു മിന്നു ഉറക്കി കരഞ്ഞു. എങ്ങനെ കരയാ? അയ്യോ രക്ഷിക്കണേ രക്ഷിക്കണേ രക്ഷിക്കണേ.
ഉണ്ടായിരുന്ന കുഞ്ഞിക്കുരുവി മിന്നുവിന്റെ കരച്ചിൽ കേട്ട് എട്ടുകാലിയുടെ വലയിൽ നേരെ പറന്നു ചെന്നു. കുരുവിയുടെ ചിറകിലേറ്റ് ചെമ്പന്റെ വല പൊട്ടിത്തകർന്നു. ചെമ്പനോ വല പൊട്ടിയതോടെ ദാ കിടക്കുന്നു ചെടപട തിന്തിയും. തറയിലിരുന്ന് തറയിലിരുന്ന് പുള്ളിച്ചിറകുള്ള പൂമ്പാറ്റെ പാറി പറക്കുന്ന പൂമ്പാറ്റെ പൂവിലിരിക്കും പൂമ്പാറ്റെ പൂന്തേനുണ്ണും പൂമ്പാറ്റെ. Look at the pictures and say the words. They begin with the sounds J, K and I. J. Which one? This? Good. Then K. K for? K for? Kite. Good. And L for? Lemon. Okay. J for? J for? Yellow. J for? Pink. എവിടെ? സീഡ് എവിടെ എന്താ? ഗ്രീൻ കളർ. ഗ്രീൻ എവിടെ? അതാ ഗ്രീൻ. ഇത് വെക്കോ ക്രയോൺ. ഓറഞ്ചിന്? ഓക്കേ, വെരി ഗുഡ്. E for? No. E for? ചിന്റെ വേസ്റ്റ് ചെയ്യലട്ടാ. E for? കളർ ചെയ്ത് കഴിഞ്ഞാ ചിന്റെ engine match. E for engine. I for ink. I. Okay. A for? And. Very good. Vowels. Do you know them all? Vowels. A, E, I, O, U. Good. Very good. Ini, look at the picture and say the words and circle. Then the words. What is this? This one. What is this? Apple. Which Apple. word comes for apple? Yeah, very good. Then this one? Apple. This one? Octo. Octo? Bus. Very good. And which word for octopus? First word for octopus, which one? Yes. Which one? Word. Octopus, which word? Pinky. Pingle. Word. Which word? Oh. Oh, very good. Please. Good. ഇവിടെ ശരിക്കും Good. Straight ആയിട്ട് എഴുതട്ടെ. അടിപൊളി. Very good. അടിപൊളി. പഠിച്ച് ക്ഷീണിച്ചതാ സ്നാക്സ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി താഴത്തെ കടയിൽ പോയിട്ട് വരുന്നതാണ് ഈ കാണുന്നത്. ചിന്തയ്ക്ക് ആ ഒരു കേക്കിന്റെ പാക്കറ്റ് ഫുള്ള് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരയുന്നതാണ്. ഗൈസ്, അപ്പോ നിങ്ങൾക്ക് ഞങ്ങളുടെ വ്ളോഗ് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലാത്തവര് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.